Hi children, welcome to science class. In the last class we started 10th lesson. What is chapter name? Respiration in organisms. Respiration in organisms. Here we can continue the lesson. How do we breathe? നമ്മൾ എങ്ങനെയാണ് breathe ചെയ്യുന്നത്? Normally we take in air through our nostrils. When we inhale air, it passes through our nostrils into nasal cavity. നമുക്കറിയാം നോർമൽ ആയിട്ട് നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്നത് നോസ്ട്രിൽസിലൂടെയാണ് നോസിലൂടെയാണ്. When we inhale air, it passes through our nostrils into nasal cavity. പിന്നീട് നമ്മൾ ഇൻഹേൽ ചെയ്ത എയർ നോസ്ട്രിൽസ് നിന്ന് nasal cavityയിലേക്കാണ് പോകുന്നത്. From the nasal cavity, the air reaches our lungs through windpipe. അവിടെ നിന്ന് അത് ലങ്സിലേക്ക് എത്തും എങ്ങനെ? Through windpipe. Lungs are present in chest cavity. This cavity is surrounded by ribs on the sides, a large muscular sheet called diaphragm. Lungs എവിടെയുള്ളത്? Lungs present in the chest cavity. Lungs surrounded by ribs and diaphragm. Lungs-നെ surround ചെയ്തിട്ട് ribs ഉണ്ട്. Ribs എന്ന് പറഞ്ഞാൽ bones ആണ്. അതുപോലെ large muscular sheet ഉണ്ട്. That sheet is called diaphragm. During breathing process, the movement of it involves the movement of diaphragm and rib cage. Breathing process-ൽ എന്തിന്? Rib cage-നും diaphragm-നും movement നടക്കുന്നുണ്ട്. Okay, this is the picture of human respiratory system. Nasal passage, oral cavity, nostrils ആണ്. Nostrils ന് nasal passage. ഇതാണ് എയർ പാസ് ചെയ്യുന്ന ട്യൂബാണ്. അവിടുന്ന് ട്രക്കിയ എന്ന് പറഞ്ഞാൽ ലങ്സിന്റെ മുകൾ ഭാഗമാണ്. ലങ്സിൽ ഇതാണ് ലങ്സ് എന്ന് പറയുന്നത്. ഈ പിങ്ക് വയലറ്റ് കളർ കാണിച്ചിട്ടുള്ളത് ലങ്സ്. റിബ്സ് എന്ന് പറഞ്ഞാൽ ബോൺസ് ആണ്. റിബ്സ് ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള മസ്കുലർ ഷീറ്റ്. ദാറ്റ് മസ്കുലർ ഷീറ്റ് ഇസ് കോൾഡ് ഡയഫ്രാം. Okay. During inhalation, ribs moves up and outwards and diaphragm moves down. Inhalation process, നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിൽ ribs moves up. Ribs എന്താവും? Moves up. മുകളിലേക്ക് പൊന്തി വരും. അതുപോലെ തന്നെ മുകളിലേക്കും പുറത്തേക്കും പൊന്തി വരും ചെയ്യുന്നുണ്ട്. ഡയഫ്രം മൂവ്സ് ഡൗൺ. ഡയഫ്രം താഴേക്ക് പോവാണ് ചെയ്യുന്നത്. ദിസ് മൂവ്മെന്റ്, ഈ ഒരു പ്രോസസ് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഇൻക്രീസ് സ്പേസ് ഇൻ അവർ ചെസ്റ്റ് കാവിറ്റി. ഈ മൂവ്മെന്റ് നടന്നാൽ ചെസ്റ്റ് കാവിറ്റിയിൽ സ്പേസ് കൂടും. എയർ റഷസ് ഇൻ ടു ദ ലങ്സ്. അങ്ങനെ എയറിന് ലങ്സിലേക്ക് എത്താൻ പറ്റും. The lungs get filled with air. During exhalation process നേരെ ഓപ്പോസിറ്റ് ആണ്. Ribs moves down. Exhalation process ribs moves down. Inhalation ribs moves up and outward. During exhalation ribs moves down and inward. Exhalation process എയർ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിൽ ribs moves down. Ribs എന്താ ചെയ്യുന്നത്? ഡൗൺവേർഡ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. താഴേക്ക് പോവും. അതുപോലെ ഇൻവേർഡ് ഡിറക്ഷനിൽ മൂവ് ചെയ്യും. ഡയഫ്രം മൂവ്സ് അപ് ടു ഡയഫ്രം എന്താണ്? ഡയഫ്രം നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് മൂവ്സ് ഡൗൺ ആണെങ്കിൽ മൂവ്സ് അപ്പ് ആണ്. ഡയഫ്രം മൂവ്സ് അപ്പ് ടു ഇറ്റ്സ് ഫോമർ പൊസിഷൻ. ദിസ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ ചെസ്റ്റ് കാവിറ്റി. അപ്പൊ എല്ലാം ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ചെസ്റ്റ് കാവിറ്റിന്റെ സൈസ് കുറയും. അത് മാത്രമല്ല എയർ ഈസ് പുഷ്ഡ് ഔട്ട് ഫ്രം ദ ലങ്സ്. ലങ്സിൽ നിന്ന് എയർ പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ദീസ് മൂവ്മെന്റ്സ് ഇൻ അവർ ബോഡി ക്യാൻ ബി ഫെൽറ്റ് ഈസിലി. ഈ മൂവ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹൗ? ടേക്ക് എ ഡീപ് ബ്രീത്ത്. നല്ല ഡീപ്പ് ആയിട്ടുള്ള ബ്രീത്ത് എടുക്കുക. കീപ് യുവർ പാം ഓൺ ദ അബ്ഡമൻ. വയറിന്റെ മുകളില് കൈ വെക്കുക. അപ്പൊ എന്താ? ഫീൽ ദ മൂവ്മെന്റ് ഓഫ് അബ്ഡമൻ. എന്നിട്ട് അബ്ഡമന്റെ വയറിന്റെ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യുക. ഡീപ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് വയറ് പുറത്തേക്ക് തള്ളി വരും. ആ വയറ് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ? റിബ്സ് പുറത്തേക്ക് തള്ളി വരുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് വയറ് പുറത്തേക്ക് വരുന്നത്. നമ്മള് എന്താണ്? എക്സലേഷൻ പ്രോസസ്സിൽ എയർ പുറത്തേക്ക് വിടുന്ന സമയത്ത് വയറ് ഉള്ളിലോട്ടേക്ക് പോവാണ് ചെയ്യുന്നത്. റിബ്സ് ഉള്ളിലേക്ക് പോവാണ് ചെയ്യുന്നത്. ഓക്കെ. The air around us has various types of unwanted particles such as smoke, dust, pollen, etc. എയറിൽ ധാരാളം unwanted particles ഉണ്ടായിരിക്കും. നല്ല ക്ലീൻ ആയിട്ടുള്ള എയർ മാത്രമല്ല, സ്മോക്ക്, ഡസ്റ്റ്, പോളൻസ് ഒക്കെ ഉണ്ടായിരിക്കും. When we inhale, the particles get trapped in the air present in our nasal cavity. നമ്മൾ ഇൻഹലേഷൻ പ്രോസസ്സിൽ എയർ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിൽ നമ്മുടെ നോസിലെ ഹെയർസ് ഉണ്ട്. ആ ഹെയർസ് ട്രാപ്പ് ചെയ്ത് വെക്കും. ഇങ്ങനത്തെ സ്മോക്ക്, ഡസ്റ്റ്, പോളൻസ് പോലെയുള്ള പാർട്ടിക്കിൾസിനെ ഹെയർസ് അവിടെ ട്രാപ്പ് ചെയ്ത് നിൽക്കും. However, sometimes these particles may get past the hair in the nasal cavity. ചില സമയത്ത് ഈ പാർട്ടിക്കിൾസ് നമ്മുടെ nasal cavityയിൽ എത്തും. This may irritate the lining of the cavity. അപ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. As a result of which we sneeze. ആ സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് we sneeze. നമ്മൾ തുമ്മും.
Sneezing expels these foreign particles from the inhaled air and a dust-free clean air enters our body. Sneezing നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കയറിയിട്ടുള്ള ഫോറിൻ പാർട്ടിക്കിൾസ്, അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് എന്താ സംഭവിക്കുന്നത്? പുറത്തേക്ക് പോകും. ഇൻഹേൽഡ് എയറിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഡസ്റ്റ് ഫ്രീ ക്ലീൻ എയർ എൻറ്റേഴ്സ് അവർ ബോഡി. ഇപ്പൊ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള എയർ ആണ് നമ്മുടെ ബോഡിയിലേക്ക് കടക്കുന്നത്. ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ഇൻഹലേഷൻ. ഇൻഹലേഷൻ ടൈമിലുള്ള പിക്ചർ ആണത്. ആ സമയത്ത് ribs moves out. Inhalation time, during inhalation, ribs moves out and diaphragm moves down. This black color line represent diaphragm. Black color line and then represent the diaphragm. So during inhalation process, ribs moves out and diaphragm moves down. Okay. Take a deep breath, measure the size of the chest with a measuring tape and record your observation in table 2.2. This is class activity. Class activity ആണ് ക്ലാസ്മേറ്റ്സിന്റെ ചെസ്റ്റ് സൈസ് ഒക്കെ മെഷർ ചെയ്യാൻ പറയുന്നതാണ്. ഈ ആക്ടിവിറ്റി you can do at your home. Measure the size of your chest and write in your textbook your chest size. When you take deep breath. ഡീപ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റിന്റെ സൈസ് എത്രയാണെന്നുള്ളത് ഒരു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് റൈറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 10. What is that? This activity. Take a white plastic bottle. Okay. Okay, children, listen. This is the exhalation process picture. Exhalation process in the picture ആണ്. During exhalation process, ribs moves back or moves inward and diaphragm moves back. Ribs moves inward and diaphragm moves back during exhalation process. Exhalation process, diaphragm പുറത്തേക്ക് തള്ളി നിന്ന റിബ്സ് എല്ലാം ഉള്ളിലോട്ട് പോവുകയും കയറി നിന്ന ഡയഫ്രം എന്താവുക ചെയ്യുന്നത്? ഫോമർ പൊസിഷനിലേക്ക്, നോർമൽ പൊസിഷനിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. Next, another activity. Take a white plastic bottle. Or white plastic bottle എടുക്കുക. Remove the bottom. അതിന്റെ bottom remove ചെയ്യുക. Get a Y-shaped glass or plastic tube. ഒരു Y-shaped glass അല്ലെങ്കിൽ ഒരു plastic tube എടുക്കുക. Y-shape ഉള്ള. Make a hole in the lid so that the tube may pass through it. ആ hole, അതിന്റെ ലിഡിന്റെ മുകളിൽ ഒരു hole വരുത്തുക. എന്നിട്ട് ആ ട്യൂബിനെ, Y-shape ഉള്ള ട്യൂബിനെ ആ ഹോളിലൂടെ ഇറക്കി വെക്കുക. Just like this way. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, അതിന്റെ അടിവശം കട്ട് ചെയ്ത് കളയുക. Y ഷേപ്പ് ഉള്ള ഒരു ട്യൂബ് എടുക്കുക, ഒരു ലിഡ് എടുക്കുക, ലിഡിൽ ഒരു ഹോൾ വരുത്തിയിട്ട് ഈ Y ഷേപ്പ് ഉള്ള ട്യൂബ് ഇതിലെ ഇറക്കി വെക്കുക. Then to the forked end of the tube fix 2 deflated balloons. ആ Y ഷേപ്പ് ട്യൂബിന്റെ രണ്ട് എൻഡിലായിട്ട് ഒരു ഡിഫ്ലേറ്റഡ് ബലൂൺസ്. ഡിഫ്ലേറ്റഡ് ബലൂൺസ് മീൻസ് വീർപ്പിക്കാത്ത ബലൂണുകൾ എടുക്കുക. Introduce the tube into the bottle as shown in figure 10.5. Now cap the bottle, seal it, make it airtight. അതിനുശേഷം എന്താക്കണം? ബോട്ടിലിന് ക്യാപ്പ് ഇടുക, നല്ല എയർ ടൈറ്റ് ആയിട്ട് ക്യാപ്പ് ഇടുക. To the open base of the bottle. ബോട്ടിലിന്റെ അടിവശം തുറന്നു കിടക്കുകയാണ്. അവിടെ എന്താ ചെയ്യേണ്ടത്? Tie a thin rubber or plastic sheet. തിൻ ആയിട്ടുള്ള റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് അവിടെ ടൈ ചെയ്യുക, കെട്ടിവെക്കുക. യൂസിങ് ലാർജ് റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് കെട്ടിവെക്കാം. ഇത് എന്തിനാത്? ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പാൻഷൻ ഓഫ് ദ ലെങ്സ്. ലെങ്സിന്റെ എക്സ്പാൻഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഉള്ളത്. പുൾ ദ റബ്ബർ ഷീറ്റ് ഫ്രം ദ ബേസ് ഡൗൺവേർഡ്സ് ആൻഡ് വാച്ച് ദ ബലൂൺസ്. നെക്സ്റ്റ് പുഷ് ദ റബ്ബർ ഓർ പ്ലാസ്റ്റിക് ഷീറ്റ് അപ്പ് ആൻഡ് ഒബ്സർവ് ദ ബലൂൺസ്. ഡിഡ് യു സീ എനി ചേഞ്ചസ് ഇൻ ദ ബലൂൺസ്? Of course, you can see changes in the balloons. ഇതാണ് ആക്ടിവിറ്റി. പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തു, ലിഡിലൂടെ ഇത് ഇറക്കി വെച്ചു. ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഡിഫ്ലേറ്റഡ് ബലൂൺ, വീർപ്പിക്കാത്ത ബലൂൺ കെട്ടിവെച്ചു. താഴെ ഇതിന്റെ ഓപ്പൺ എൻഡില് ഒരു ബലൂൺ വെച്ചു. ആ ബലൂൺ ടൈ ചെയ്ത് വെച്ച്, റബ്ബർ ബാൻഡ് വെച്ച് ടൈ ചെയ്തു. ആ ബലൂണിനെ താഴേക്ക് പിടിച്ചു വലിക്കുകയാണ്. താഴേക്ക് വലിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ബലൂണിന്റെ ഷേപ്പില് മൂവ്മെന്റ് വന്നു. എയർ ഉള്ളിലേക്ക് താഴേക്ക് വലിക്കുന്ന സമയത്ത് എയർ ഉള്ളിലേക്ക് കയറിയപ്പം എന്താണ്? ഇത് ലെങ്സിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് എയർ കയറുന്ന സമയത്ത് ഇതെന്താവും? ഇത് എക്സ്പാൻഡ് ചെയ്യും. പ്രോസസ്സില് എന്താണ്? ഈ ബലൂണിനെ ഉള്ളിലേക്ക് ഡൗൺവേർഡ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യിച്ച സമയത്ത്
എന്താ സംഭവിക്കുന്നത്? എയർ ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. എയർ ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് എയർ കൺട്രാക്ട് ആവും, ചുരുങ്ങാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത്, നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്ക് എയർ എടുക്കുന്ന സമയത്ത് ഈ ലങ്സിന്റെ സൈസ് കൂടും. നമ്മള് ലങ്സ് ഉള്ളിലേക്ക് എയർ കിടക്കുന്നത് കൊണ്ട് ഇത് വികസിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എയർ പുറത്തേക്ക് പോകുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഈ ബലൂൺ കൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബ്രീത്തിങ് പ്രോസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അനദർ ആക്ടിവിറ്റി, ഇഫക്ട് ഓഫ് എക്സൈൽഡ് എയർ ഓൺ ലൈം വാട്ടർ. ലൈം വാട്ടർ ആണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ലൈം വാട്ടറിൽ എക്സൈൽഡ് എയറിന്റെ എഫക്ട്. എക്സൈൽഡ് എയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന എയർ ആണ്. അതിന്റെ എഫക്ട് എന്താണെന്നുള്ളത്. വാട്ട് ഡു വി ബ്രീത്ത് ഔട്ട്? നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് ഏത് ഗ്യാസ് ആണ്? നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത് ഓക്സിജൻ, ബ്രീത്ത് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്വാണ്ടിറ്റി കൂടും, ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ഓക്സിജന്റെ പെർസെന്റേജ് കൂടും. ഓക്കെ, വാട്ട് ഇസ് ദ ആക്ടിവിറ്റി? ടേക്ക് എ സ്ലെൻഡർ ക്ലീൻ ടെസ്റ്റ് ട്യൂബ് ഓർ എ ഗ്ലാസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഒരു ക്ലീൻ ടെസ്റ്റ് ട്യൂബ് എടുക്കുക. മേക്ക് എ ഹോൾ ഇൻ ഇറ്റ്സ് ലിഡ് ആൻഡ് ഫിക്സ് ഇറ്റ് ഓൺ ദ ബോട്ടിൽ. എന്താ ചെയ്യേണ്ടത്? ഒരു ക്ലീൻ ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ക്ലീൻ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഹോൾ ഇൻ ഇറ്റ്സ് ലിഡ്, അതിന്റെ ഹോൾ, ലിഡിന്റെ മുകളിൽ ഒരു ഹോൾ ഉണ്ടാക്കുക. ആൻഡ് ഫിക്സ് ഇറ്റ് ഓൺ ദ ബോട്ടിൽ. ആ ലിഡിനെ ഈ ബോട്ടിലിന്റെ മുകളിൽ അല്ലെങ്കിൽ ട്യൂബിന്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. Pour some freshly prepared lime water in the test tube. നല്ല freshly prepared lime water. Lime water എന്ന് പറയുന്നത് ലൈം ചുണ്ണാമ്പാണ്. ചുണ്ണാമ്പാണ് മുറുക്കുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ട് ചുണ്ണാമ്പ്. അതാണ് ലൈം എന്ന് പറയുന്നത്. ലൈം വാട്ടർ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. ഇൻസേർട്ട് എ പ്ലാസ്റ്റിക് സ്ട്രോ ത്രൂ ദ ഹോൾ ഇൻ ദ ലിഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ടിപ്സ് ഇൻ ലൈം വാട്ടർ. ഈ ലിഡിന്റെ ഇവിടെ ഹോൾ വരുത്തിയിട്ടുണ്ട്. ഹോളിലൂടെ ഒരു പ്ലാസ്റ്റിക് സ്ട്രോ ഈ എന്തിലേക്ക്? ടെസ്റ്റ് ട്യൂബിലേക്ക് ഇറക്കി വെക്കുക. ടെസ്റ്റ് ട്യൂബില് ലൈം വാട്ടർ ആണ്. ഓക്കെ, നൗ ബ്ലോ ജെന്റ്ലി ത്രൂ എ സ്ട്രോ എ ഫ്യൂ ടൈംസ്. എന്നിട്ട് ആ സ്ട്രോയിനുള്ളിൽ കൂടെ എന്ത് ചെയ്യണം? ബ്ലോ ചെയ്യണം, ഊതണം നന്നായിട്ട്. ഈസ് ദെയർ എ ചേഞ്ച് ഇൻ ദ അപ്പിയറൻസ് ഓഫ് ലൈം വാട്ടർ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതിലേക്ക് നന്നായിട്ട് ബ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു അപ്പിയറൻസ്, യു ക്യാൻ ഒബ്സർവ് ദ ലൈം വാട്ടർ ടേൺസ് മിൽക്കി കളർ. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഈ ലൈം വാട്ടറിന്റെ കളർ മിൽക്കി, പാല് പോലത്തെ കളറായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. Can you explain this change on the basis of what you learn in chapter 6? Chapter 6 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, the presence of carbon dioxide turns lime water milky. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആ ലൈം വാട്ടറിലേക്ക് എത്തുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ലൈം വാട്ടർ മിൽക്കി പോലെയാണ്, പാല് പോലെയാവുന്നത്. ഓക്കെ, the percentage of oxygen and carbon dioxide in inhaled and exhaled air. Inhaled air le oxygen percentage 21% oxygen, carbon dioxide 0.04% carbon dioxide. Exhaled air le 16.4% oxygen and 4.4% carbon dioxide. Okay, thank you.